എൻ്റെ രാജ്യം ഇത് 4ാമത്തെ പ്രാവശ്യം സംഭവിക്കുന്നു. എന്ന് എനിക്ക് ഈ മതിൽ പുതുക്കി കെട്ടാൻ പറ്റും. പുതുക്കി പണിത് ഞാൻ മടുത്തു. ഓ എൻ്റെ ഹരിയേട്ടാ, റോഡിന്റെ സൈഡിലുള്ള വീടാണ്, മതിലൊക്കെ വന്ന് വണ്ടി ഇടിക്കുന്നതൊക്കെ ഇപ്പൊ സ്വാഭാവിക. ആ എൻ്റെ പ്രവേ നിനക്ക് ഇതൊക്കെ ഈസി ആയിട്ട് പറയാം. ഇതെല്ലാം വിറ്റ് പറക്കിട്ട് എങ്ങോട്ടും പോയാലോന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. വാ രാജീവേട്ടൻ കേൾക്കണം. 10-20 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ ബന്ധുക്കാരൊക്കെ. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് അവരെല്ലാവരും. ഇതൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടത്തെ ന്യായം അത്? നീ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വിടുന്നു. ഒരു ദിവസം ലോറി വന്ന് കടപ്പൂറി നിൽക്കും, അതിൻ്റെ അടി ചത്ത് മനസ്സ് ഞാൻ. അപ്പം നിനക്ക് സമാധാനമാവുമല്ലോ. എൻ്റെ ഹരി, നീ ഇങ്ങനെ നെർവസ് ആകാതെ നമുക്കൊരാളെ കാണാൻ. നീ ആര്? കുടമാളൂർ ശർമാജി. അതായത് അതൊരു ജ്യോത്സ്യനാ. എൻ്റെ രാജ്യം നീ രാവിലെ വന്ന് തമാശയൊന്നും പറയാതെ. എൻ്റെ ജ്യോത്സ്യനല്ലേ മതിലിടിയായിരിക്കുള്ള സൂത്രവിദ്യ. എടാ, മതിൽ ഇടിഞ്ഞ് വീടായിരിക്കുള്ള വിദ്യ ചിലപ്പോൾ അദ്ദേഹത്തിൽ ഉണ്ടായാലോ. എൻ്റെ രാജീവേ, നീയൊക്കെ ഇപ്പഴീ അന്ധവിശ്വാസത്തിന്റെ ഒക്കെ പറയാ. രാജീവേട്ടാ, എത്ര കിട്ടിയാലും ഈ ഹരിയേട്ടൻ പഠിക്കൂല. കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവാനല്ല നോക്കേണ്ടത്. അപ്പോഴും പിടിവാശി, അതാണ് ഹരിയേട്ടനെ വലുത്. എന്ത് പരിഹാരം? മോടെ കല്യാണം നടക്കാത്ത എൻ്റെ പിടിവാശി ഉണ്ടല്ലേ. നീ ഒന്നും മിണ്ടാരി പ്രവേ. ആ, ഞാൻ മിണ്ടണമല്ലോ ഇപ്പോൾ ഇവിടെ കുഴപ്പം. ഞാൻ മിണ്ടാതിരിക്കാം. നിങ്ങൾ എങ്ങും പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നു. ഒരു ദിവസം ലോറി മതിലിടിച്ച് വന്ന് അകത്ത് കയറി എല്ലാത്തിനും ഇടിച്ച് കൊല്ലും. അപ്പം നിങ്ങൾ പഠിക്കും. പിന്നെ മകളില്ലേ, അവള് കെട്ടാച്ചരക്കായിട്ട് നിന്ന് ആരുടെ കൂടി ഒഴിച്ചോടും. അപ്പം നിങ്ങൾക്ക് തൃപ്തിയാവും. നീ കേട്ടല്ലോ, ഇത്രയും നാള് മതിലിടിച്ച് വണ്ടി അകത്ത് കയറുന്നത് സ്വാഭാവികം എന്ന് പറഞ്ഞോളാം. ഇപ്പോൾ അവൾ പ്ലേറ്റ് തിരിച്ചു പറയുന്നത്. ആ, ഞാൻ പ്ലേറ്റ് തിരിച്ച് നിങ്ങൾ കൊണ്ടുവന്ന് കേസ് കൊടുക്കും. അതെടി, നിന്നെ പോലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിലേ ലോറിയല്ല തീവണ്ടി വന്നത്. തീവണ്ടി തീവണ്ടി അഭിമാനം വന്ന് കേട്ട അതോടുകൂടി തീരുവല്ലേ. ഹരി, നീ കണ്ടില്ലേ, ഇപ്പം കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ എനിക്ക് 10-20 വർഷമായിട്ട് അറിയാവുന്നവരാണ്. എന്ത് സന്തോഷമായിട്ടാണ് നിങ്ങൾ ജീവിച്ചത്. കണ്ടില്ലേ, ഇപ്പം എന്ത് പറഞ്ഞാലും ഒരാൾ പറഞ്ഞ് മറ്റൊരാൾക്ക് ഇഷ്ടമല്ല. എന്തായാലും നമുക്ക് ശർമാജി പോയി ഒന്ന് കാണാം. നീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായോണ്ടേ നീ പറയുന്നത് ഞാൻ കേൾക്കാം. ആ, അത്രയും. എത്ര കാലമായി കാണും ഈ പ്രവണത ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടായി? ഒരു 6 മാസമായിട്ടുണ്ടാവും തിരുമേനി. ഓഹോ, അപ്പോൾ ഇതുവരെ ഇതിനെ സംബന്ധിച്ചൊന്നും നോക്കുകയൊന്നും ചെയ്തില്ലേ ഈ 6 മാസമായിട്ട്? ഞാൻ പറഞ്ഞില്ലേ തിരുമേനി, ആദ്യം ഇവരൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഞാൻ തന്നെ പറഞ്ഞത് തിരുമേനി വന്നൊന്ന് കാണാൻ. ഓ, ജ്യോതിഷത്തിലൊന്നും അത്ര വിശ്വാസമില്ല അല്ലേ? നമുക്കായാലും ആ വീടൊന്ന് കാണേണ്ടി വരും. എന്താ തിരിഞ്ഞ് വരിക, നമുക്ക് വീടൊന്ന് കാണാം. കൊണ്ട് നമുക്ക് ശരിയാക്കാം. ആ, എത്ര കാലമായി ഇവിടെ താമസമായി? ഇതെൻ്റെ കുടുംബസ്വത്താണ്. ഞാനിപ്പോൾ ഒരു 20 വർഷമായിട്ടുണ്ടാവും വീട് വെച്ചിട്ട്. ഓഹോ, ഈ തുടർച്ചയായിട്ടുള്ള അപകടങ്ങളൊക്കെ തുടങ്ങിയിട്ട് എത്ര? ഇത് ഈ ഇടയ്ക്കാണ് സാർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് ലോറി വന്നിരിക്കുന്നത്. 4ാമത്തെ പ്രാവശ്യം? ഓ, ആർക്കെങ്കിലും അപകടം? ഏയ്, ലോറിയിലുള്ളവർക്ക് ചെറിയ പരിക്കുകളൊന്നല്ലാതെ നമുക്കാർക്കും അങ്ങനെ വലിയ പരിക്കുകളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത് മാത്രല്ല തിരുമേനി, താങ്ക് യു. ഞങ്ങളുടെ മകൾക്ക് 10-24 വയസ്സായി. പക്ഷെ ഇതുവരെ കല്യാണം ഒന്നും ആയിട്ടില്ല. 24 വയസ്സൊന്നും ഒരു പ്രായമല്ലല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ. അല്ല, എന്താന്ന് വെച്ചാലേ 2-3 ആലോചന എല്ലാം ശരിയായി വന്നതാ. പക്ഷെ ഒരു കാര്യമില്ലാതെ അതങ്ങ് മാറിപ്പോന്നു. ഓഹോ, അത് മാത്രല്ല തിരുമേനി, രാത്രി കിടന്ന് ഉറങ്ങാൻ പേടിയാവുക. ഈ ലോറി പ്രശ്നം കാരണം എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. ഈ വീടിന്റെ പുറകിൽ ആരുടെ പ്രോപ്പർട്ടിയാ? തിരുമേനി ഒന്ന് വരുമോ? അത് വരും. ഇതാ തിരുമേനി, ഇതാ സ്ഥലം. ഓ, ഇതാണോ? ഇതിവിടെ കുറച്ചാൾ മുമ്പ് വരെ കൃഷിയൊക്കെ ഉണ്ടായിരുന്ന. ഇപ്പം ഏതൊരു കൺസ്ട്രക്ഷൻ കമ്പനിക്കാർ വാങ്ങി.
ആരാ വാങ്ങി? അവർക്ക് എന്തോ ഫ്ലാറ്റ് വാങ്ങിക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ടെന്തോണ്. ആ പക്ഷെ നമുക്കങ്ങനെ വലിയ പരിചയമൊന്നുമില്ല അവരെ. അത് ശരി. അവർ പിന്നെ ഇങ്ങോട്ട് വല്ലതും വന്നിട്ടുണ്ടോ? ആ അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അല്ല നമ്മുടെ സ്ഥലം കൊടുക്കുന്നു എന്ന് ചോദിച്ചിട്ടേ. എന്തു പറഞ്ഞു? അല്ല നമ്മൾ മേലെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്കിത് കൊടുക്കാൻ താല്പര്യമില്ല, അതാ സത്യം. നിങ്ങളൊരു കാര്യം ചെയ്യും, എൻ്റെ കൂടെ ഉടനെ എൻ്റെ ഓഫീസിലോട്ട് വാ. നമുക്ക് ബാക്കി പോകുമ്പോഴേ അവിടെ ഇരുന്ന് സംസാരിക്കാം. ശരി എന്താ? ആ നിങ്ങളുടെ ഈ വീട്ടിൽ നടക്കുന്ന അനിഷ്ട ഫലങ്ങളുടെ എല്ലാം ഫലം ശക്തമായ ശത്രുദോഷമാണ്. ശത്രുദോഷം എന്ന് പറയുമ്പം പറഞ്ഞല്ലോ, ക്ഷുദ്രമാഭിചാരം തന്നെയല്ല. നിങ്ങളുടെ ആ വീടിൻ്റെ പുറകിലുള്ള ആ കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടല്ലോ, അവർ നിങ്ങളെ തുരത്താനുള്ള സകല ഗൂഢതന്ത്രങ്ങളും മെനയുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ മതിലിടിയുന്നതും മറ്റ് അനിഷ്ടഫലങ്ങളും എല്ലാം. അതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? പരിഹാരമില്ലാത്ത കാര്യങ്ങളുണ്ടോ? പരിഹാരം ഉണ്ടെന്ന് എൻ്റെ ആവശ്യം തെളിയുന്നുണ്ട്. അതിന് ചില കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ 10-18 ദിവസം ചില ശത്രുസംഹാരം രാജപൂജകളൊക്കെ ഉണ്ട്. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് മാറും. അതുപോലെ ഹരി. ഓ മതി. ഓം ആ പ്രഭേ, ഭയങ്കര സന്തോഷത്തിലാണല്ലോ. നീ അറിഞ്ഞില്ലേ അവന്മാരുടെ ആ ഫ്ലാറ്റ് പണിയൊന്നും നടക്കത്തില്ല. അതെ, അവിടെ കുറച്ച് സ്ഥലം തടുപ്പാണ്. അതിന് കെട്ടിടം വെക്കാനൊന്നും അനുവാദം കിട്ടത്തൊന്നുമില്ലെന്ന്. കണ്ടോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അവന്മാര് നമ്മുടെ ഈ സ്ഥലത്തുനിന്ന് പോകാൻ വേണ്ടിട്ട് എന്തെല്ലാം പണികളാ ചെയ്തത്. ശർമാജി പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് കാര്യങ്ങളെല്ലാം നടന്നത്. ഇപ്പൊ കൊച്ചിന്റെ കല്യാണം ശരിയായി. ശർമാജി പറഞ്ഞ പരിഹാരമൊക്കെ നമ്മൾ ചെയ്തതുകൊണ്ട് കാര്യങ്ങൾ നടന്നു. സത്യം പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ നേരത്തെ കേട്ടായിരുന്നല്ലേ? ആരായിരുന്നു തടസ്സം? നീ അല്ലാതെ എന്തോ പറഞ്ഞു